വെൽക്കം ബാക്ക് ടു പാറൂസ് പ്ലാനറ്റ്. ഞാൻ ഇന്ന് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 5 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇതാ 5 എണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങയും പഞ്ചസാരയും ചേർത്തതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരുടെയും ഫ്രിഡ്ജിൽ എപ്പോഴും ചപ്പാത്തിക്ക് കുഴച്ച മാവിൻ്റെ ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഇനി നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് ഈ തേങ്ങയും പഞ്ചസാരയും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചപ്പാത്തിയുടെ ഒരു സൈഡിൽ വെള്ളം പുരട്ടി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ മാത്രം, ഒരു സൈഡിൽ മാത്രം വെള്ളം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വെറുതെ ഒരു ചെറിയൊരു ഡിസൈനിന് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഒരു തവ വെച്ചിട്ട്, തവ നന്നായിട്ട് ചൂടായി കഴിയുന്നുണ്ടേ അതിലേക്ക് ഒരേ സമയം നമുക്ക് 2 എണ്ണം ചുട്ടെടുക്കാവുന്നതാണ്. 2 എണ്ണം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മുരിയുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയോ നെയ്യോ എന്തെങ്കിലും നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.